പ്രസൻറ്റേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി പൊതു ചർച്ചയ്ക്കുള്ള സമയമാണ്. ഞാൻ ഈ ടെക്നിക് സെഷൻ ചെയർ ചെയ്ത 3 ചെയർപേഴ്സൺസിനെയും ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സെഷൻസ് പ്രസൻറ്റ് ചെയ്ത 3 പേരെയും ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. സാൻമയിലേക്ക് പാടില്ല. അതേസമയം ഒരുപാട് സാറിൻ്റെ ഈ വേമ്പനാട്ടിലായി ഡെപ്പോസിറ്റ് ചെറിയ ഐലൻഡ്സ് ഫോം ചെയ്യാനും ഒക്കെ ഇടയായിട്ടുണ്ട്. അത് വേമ്പനാട്ടുകാരിൽ ഒരുപക്ഷെ അത് ചില പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുമ്പാണെങ്കിൽ വേമ്പനാട്ടുകാരിൽ ഇങ്ങനെയുള്ള മണ്ണ് ആളുകൾ വാരിക്കൊണ്ടിരുന്നു. ഇപ്പം അങ്ങനെ വാരുന്നില്ല. വാരുന്ന ആളുകളെ തടസ്സപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ട്. അതുകൊണ്ടും പിന്നെ ഈ മണ്ണ് വാരുന്ന ഇങ്ങനെയുള്ള ജോലികൾക്ക് ആളുകൾക്ക് താല്പര്യമില്ല. അത് മൈൻ ചെയ്തെടുക്കുന്നതിനാണെങ്കിൽ ഇഷ്ടമാണ്, പക്ഷെ മൈനിക്ക് ആളുകൾ സമ്മതിക്കും. അതുകൊണ്ട് ഈ വേമ്പനാട്ടുകായലിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന മണൽ നീക്കുന്നതിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഐഡിയ സാർ ഇവിടെ പറഞ്ഞത് 76 കിലോമീറ്ററാണ് തിരിച്ചതിൻ്റെ 43.43 കിലോമീറ്റർ മാത്രമാണ് സ്റ്റഡിക്ക് വിധേയമാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ടൈറ്റിൽ പറയുന്നത് പോലെ ഒരു മീനച്ചിലാറിൻ്റെ പൂർണ്ണമായ സ്റ്റഡി യഥാർത്ഥത്തിൽ വന്നിട്ടില്ല. അവിടെ ഇപ്പോൾ മൂലം ഉണ്ടായിട്ടുള്ള അതിൻ്റെ പൊല്യൂഷനാണെങ്കിലും മണ്ണൊലിപ്പാണെങ്കിലും അല്ലെ ജീവജാലങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ഇത് സ്റ്റാർട്ടിങ് മുതൽ 43 കിലോമീറ്റർ വരെ എന്താണെന്ന് പറയുന്നത്. പക്ഷെ ഈ മണ്ണൊലിപ്പ് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മണ്ണൊലിപ്പ് പൂർണ്ണമായും പിന്നെ വേമ്പനാട്ടുകാരിൽ കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം എടുത്ത സ്റ്റഡി ചെയ്ത പഞ്ചായത്തുകളൊന്നും മണ്ണ് നിലവിൽ ഇനി എടുക്കാനില്ല, നീറ്റാണ് കാണിച്ചത്. നമ്മുടെ ഈ മണൽ എവിടെയെങ്കിലും ഇറോഷനായി പോയിട്ട് വേമ്പനാട്ടുകാരിൽ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടോ? അതുപോലെ ഈ ജലസമ്പത്ത് നോക്കുമ്പോൾ, ജീവജാല സമ്പത്ത് നോക്കുമ്പോൾ വേമ്പനാട്ടുകാരിൽ നിന്ന് മത്സ്യസമ്പത്ത് ഇങ്ങോട്ടേക്ക് ഇടയായിട്ടുണ്ടോ? ഈ കാലക്രമേണ ഉണ്ടായിട്ടുള്ള രൂപാന്തരം വേദന തരങ്ങളില് എങ്ങനെയൊക്കെ ബാധിച്ചു? പിന്നെ ഈ എടുക്കാനുള്ള സർവേ എടുക്കാനുള്ള ബാക്കി പ്രദേശത്ത് യഥാർത്ഥത്തിൽ കൂടുതൽ ഭാഗത്ത് ഏറ്റവും മോശമുള്ള പ്രദേശമാണ്. നീളമുണ്ടാവും കൃത്യമായി അവർ രേഖപ്പെടുത്തിയിട്ട് ചാലക്കുടിപ്പുഴ വേറൊരു പുഴയെ പറ്റിയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ ചെറിയ പുഴയാണെങ്കിലും കൈത്തോടാണെങ്കിലും അതിന്റെ മാപ്പ് ഉണ്ടാക്കുമ്പോൾ അതിന് ഈ മാപ്പിന്റെ അക്കങ്ങൾ അല്ലെങ്കിൽ സംഖ്യകൾ അല്ലാതെ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ കൂടി ശേഖരിച്ച് ഇതിന് റിപ്പോർട്ടിലേക്ക് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇവിടെ അവതരിപ്പിക്കപ്പെട്ട ഈ റിപ്പോർട്ടിന്റെ കോപ്പി വലിയ പുസ്തകമാണ്. അതിൻ്റെ ഒരു അബ്രിജ്ഡ് വെർഷൻ ഈ മാപ്പോട് കൂടി ഒരു 10-20 പേജ് വരുന്ന രീതിയിലാക്കി എല്ലാവർക്കും അടുത്ത കാലത്ത് നൽകാൻ യാത്രകളും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കാരണം ഇത് നിങ്ങൾ ചെയ്ത ചെറിയ വർക്കായിരിക്കാം, പക്ഷെ അതിന് കേരളത്തിൻ്റെ മുഴുവനായി കേരളത്തിൻ്റെ സംഗതികൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ല മാതൃകയാണ്. നമുക്ക് മറ്റു പ്രദേശങ്ങളിലും മറ്റ് നദികൾക്ക് കൈവഴികൾക്കുമൊക്കെ ചെയ്യാൻ പറ്റുന്ന രേഖയായിരിക്കും. അതുകൊണ്ട് ഇത് ചെയ്ത ഇതിനുവേണ്ടി പ്രവർത്തിച്ചവരെ
അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു. അവർക്ക് വീണ്ടും ഇത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സാർ പറഞ്ഞതിനോട് അനുബന്ധമായിട്ട് പറയുകയാണ്, ഈ ഡാറ്റ ഒരുപക്ഷെ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഈ വിവരങ്ങൾ സയൻസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും സോഷ്യൽ സയൻസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒരുപക്ഷെ മുതൽക്കൂട്ടായിട്ട് ഭവിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലൊരു സ്റ്റഡി നടത്തുമ്പോൾ അതൊരു മികച്ചൊരു വിവരൻ്റെ ടോട്ടൽ ഇക്കോസിസ്റ്റത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എപ്പോഴും നടത്തുവാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകും. രാമചന്ദ്രൻ സാർ പറഞ്ഞ പോലെ കര മണൽ ഖനനം പോലെയുള്ളത് ഇത് നമുക്ക് ഈ റിവർ ബാങ്ക് മാർക്ക് ചെയ്യുമ്പോൾ അതിനുള്ളിൽ കൂട്ടാൻ സാധിക്കും. ഈ കരമണൽ ഖനനം എന്ന് പറയുന്ന എല്ലാ ഭാഗങ്ങളിലുമില്ല, ചില ഭാഗങ്ങളിലാണ് അത് കൂടുതൽ കേന്ദ്രീകരിക്കുന്നത്. പക്ഷെ അത് ഈ സ്റ്റഡി എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് സ്റ്റഡിയാണ്, ലിമിറ്റഡ് ഫണ്ടിങ് ഉണ്ടാവും. എന്നാൽ ഇതുപോലെ സ്റ്റഡി നടത്തിയത് ഏതായാലും എനിക്ക് തോന്നുന്നത് ഭാവിയിൽ ഈ മേനിഷൽ നദിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ സ്റ്റഡികളും ഒരു മുൻകൂട്ടായിട്ട് അവിടെ നിന്നായിരിക്കും അവരുടെ പലരുടെയും തുടക്കം. എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ പഠനം നടത്തിയത് വളരെ ആത്മാർത്ഥമായി നടത്തിയ ടീമിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. പിന്നീടേക്ക് പോകാനായി, കുറച്ചും കൂടി പോകാനായി ഈ പറഞ്ഞ ഡേറ്റാബേസ് ഉണ്ടാക്കി, ആ ഡേറ്റാബേസ് ഉണ്ടാക്കി CRM-ൽ തന്നെ ഇനിയും അടുത്ത കാര്യങ്ങളിൽ പഠനങ്ങളോ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ പഠനങ്ങൾ നടത്താനുള്ള അവസരം ഉണ്ടാകട്ടെ. ഒരുപക്ഷെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുകാരെ ഒന്നുമില്ല, കാരണം അവർ 3 വർഷത്തേക്ക് മണൽ ഖനനം ചെയ്യാൻ പാടില്ല ഓർഡർ പറ്റി. ഇപ്പം ഇവിടുന്ന് ഒരു ടീം മീനച്ചിലാറിൻ്റെ കരയിൽ പോയാൽ അവിടെ മണലെടുക്കുന്നു. ഇതാണ് നമ്മുടെ സ്ഥിതി. നമ്മുടെ വസ്തുത കാണണം. പഠനം നടത്തുന്നത് വാസ്തവം ശരിയാണ്. എനിക്ക് ഒരുപാട് കാലത്തെ അനുഭവം കൊണ്ട് ഞാൻ വേദന കൊണ്ട് പറയുകയാണ്. പഠനങ്ങളാണ് ധാരാളമുണ്ട്, ഓർഡറുകൾ ധാരാളമുണ്ട്. ഇപ്പോഴും അവിടെ മണലെടുക്കുന്നുണ്ടാവും. നമ്മൾ പോയാൽ CRM-കാർ എന്ത് ചെയ്യാൻ സാധിക്കും? അവർ റിപ്പോർട്ട് എഴുതി, ഇത്ര ഇനി മണലെടുക്കരുതെന്ന് റിപ്പോർട്ട് എഴുതി, അതിന് ഓർഡർ ഇറക്കി ഗവൺമെന്റ്. അവിടെ അവസാനിച്ചു. മനുഷ്യന് ഫലമില്ലാത്ത കാര്യങ്ങളിലേക്കാണ് ഇത് പിന്നീട് പോകുന്നത്. പക്ഷേ ഇത് നടക്കട്ടെ. അത് നമ്മുടെ ഒരു ആവശ്യം, നമ്മുടെ സമാധാനത്തിന് വേണ്ടി നമ്മൾ പഠിക്കുന്നത്. ഇത് നടപ്പിൽ വരുത്തുന്നതിന് ഗവൺമെന്റുകൾ എന്ന് പറയുന്നത് പ്രത്യേക പ്രദേശത്തിന്റെ ഒരു മാപ്പ് പ്രസന്റ് ചെയ്താണ് നടന്നിട്ടുള്ളത്. ആ മാപ്പ് ഉണ്ടാക്കിയതിനെ പറ്റി ഉണ്ടാക്കി വിദഗ്ധന്മാരാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ മാപ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് നമ്മെ മനസ്സിലാക്കിയിട്ടുള്ള വളരെ ശ്ലാഘനീയമായ ഒരു ആക്ടിവിറ്റിയാണ്. പക്ഷേ ഈ മാപ്പ് എന്തിനായി ഉപയോഗപ്പെടുത്തുന്നു? മാപ്പ് അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് മണ്ണെടുക്കൽ മുതലായ പരിപാടികൾ ചെയ്യുമ്പോൾ അത് നിയന്ത്രിക്കാൻ റൂള് വേറെ സ്ഥലത്തുണ്ടാവും, ഗവൺമെൻറ് ഓർഡർ വേറെ സ്ഥലത്തുണ്ടാവും. പക്ഷെ ഇത് ആ പ്രദേശത്ത് നിന്ന് എടുക്കാൻ പാടില്ലാത്ത പ്രദേശത്ത് നിന്ന് മണ്ണെടുക്കലും മണ്ണ് അടിയാൻ പാടില്ലാത്ത സ്ഥലത്ത് മണ്ണ് അടിഞ്ഞുകൂടുന്നതുമൊക്കെ ഇതിൻ്റെ പാർശ്വ ഫലങ്ങളായിട്ട് വരുന്നതാണ്. എനിക്ക് കൊച്ചി ഹാർബറിലേക്ക് കടലിൽ നിന്ന് ഒരു ചെറിയ കപ്പലിൽ അതുകൊണ്ട് പരിസ്ഥിതി പഠനങ്ങളെ പറ്റി ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്നവർക്ക് അറിവ് സമ്പാദിക്കുവാനും അവരുടെ ഒരു മനസാക്ഷിക്ക് സന്തോഷം നൽകുന്നതിനും അതുപോയിരിക്കുന്നു. നമുക്ക് ചെയ്യാറുള്ളത് നമ്മൾ ചെയ്യൂ എന്ന് മാത്രം. അത് നടപ്പിൽ വരുത്തുന്നതിന് ഉള്ള ഒരു സംവിധാനം സർക്കാർ തലത്തിൽ ഇല്ല. നിയമങ്ങൾ ഉള്ള കുറവല്ല, നിയമങ്ങൾ ഉണ്ടാക്കുന്നു. നിയമങ്ങൾ നടപ്പിൽ വരുത്താനുള്ള സംവിധാനമില്ല. നിയമം നടപ്പിൽ വരുത്താതിരിക്കുവാൻ പോക്കറ്റിൽ പണമിട്ട് കൊടുത്താൽ നടക്കും. ഇതാണ് സ്ഥിതി. അത് അവസാനിപ്പിക്കാൻ ഒരു പഠനത്തിന് നടക്കില്ല.
മനുഷ്യൻ നന്നാവണം, മനുഷ്യനെ അതിനെ പഠിപ്പിക്കാം. അടുത്ത തലമുറയെങ്കിലും ഇത് നിങ്ങൾ ചെയ്യരുത്. ധാർമ്മിക മൂല്യങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് അതിനെ പിടിച്ചുകൊണ്ടുള്ള നടപടികളെ കുട്ടികൾ ചെയ്യാവൂ എന്നവരെ പഠിപ്പിക്കുവാനോ പഠിക്കാനോ അവസരമില്ല. കാരണം അവർ കാണുന്ന നോക്കം മറ്റേതാണ്, ഇങ്ങനെ അവർക്ക് അതുകൊണ്ട് ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ അവസരത്തിൽ താല്പര്യപൂർവ്വം ഈ സെമിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പ്രകടിപ്പിക്കുവാനായിട്ട് CRM ഫാക്കൽറ്റി ശ്രീ TV തിലകനെ ഞാൻ ക്ഷണിക്കുന്നു. ഇതിന് ശേഷം നമുക്ക് ലഞ്ചാണ്. ലഞ്ച് അറേഞ്ച് ചെയ്യുവാനായിട്ട് 5 മിനിറ്റ് ഇവിടെ തന്നെയാണ് ലഞ്ച് അറേഞ്ച് ചെയ്യുക. 5 മിനിറ്റ് സമയം ഇവിടെ അറേഞ്ച്മെൻറ്റ് വേണ്ടി വരും. ആ സമയത്ത് നിന്ന് പുറത്തിറങ്ങി ഒന്ന് ഫ്രഷായി 5 മിനിറ്റ് തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് ഞാൻ ശ്രീ TV തിലകനെ ക്ഷണിക്കുന്നു. പരിപാടിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുവാനാണ് എൻ്റെ കർത്തവ്യം. ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് കൃതജ്ഞത രേഖപ്പെടുത്തില്ല. പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും എൻ്റെ പേരും CRM-ൻ്റെ പേരും ഹൃദയത്തിൻ്റെ വഴി നന്ദി രേഖപ്പെടുത്തും.